ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോളപ്പുട്ട് പൊടി കൊണ്ടൊരു പുട്ട് വിടുക. അതിനുള്ള ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. കണ്ട ഒരു മുക്കക്കപ്പ എടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് തട്ടിയിടാം. ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത്. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതിനകത്ത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈ വെച്ച് കിടക്കാം. സ്പൂണ് തന്നെ ഇങ്ങനെ നമ്മുടെ പുട്ടുപൊടി ചോളത്തിൻ്റെ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. നനച്ച് ഇനി നമുക്കിത് എന്താ തരി ഇത്ര നല്ല മതി. ഇതൊരു 10 മിനിറ്റ് വെച്ചേക്കാം. നമുക്കൊന്ന് അടച്ച് 10 മിനിറ്റ് ഒന്ന് വെക്കണം. നമ്മളൊരു ചിരട്ടപ്പുട്ട് പുഴുങ്ങാൻ പോകുന്നത് അതിനുള്ളത് അതിനകത്ത് വാഴയില വെച്ച വെറൈറ്റി ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വാഴയില വെച്ച് അതിനകത്ത് എന്നിട്ട് തേങ്ങ നമ്മൾ വെറ്റ് കൊടുക്കും. തേങ്ങ പിന്നെ പൊടി വാരിയിടും. നമ്മുടെ ചോളത്തിൻ്റെ പൊടി എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കും. ലെയറായിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ടാണ് തേങ്ങ ഇടുന്നത്. ഇനി ഇതിൻ്റെ മണ്ട നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. നമ്മളിപ്പോൾ 3 ലെയറാണ് ഇതിനകത്ത് തേങ്ങ വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ചു. ഇനി നമുക്കൊരു കുക്കറിൻ്റെ മണ്ടയിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് മണ്ടയിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ ചോളപ്പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇലയിലോട്ട് തട്ടാം. ഇതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോളപ്പൊടി വെച്ചുള്ള അടിപൊളി പുട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് പ്രത്യേകതരം ഇലയൊക്കെ വെച്ച് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിന് കഴിക്കാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ പഴമുണ്ട്. നല്ല രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചോളപ്പൊടി വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അന്നേരം നല്ല രുചിയായിരിക്കും. വാഴയിലയിലാകുമ്പോൾ പ്രത്യേകം ടേസ്റ്റാണ്. കഴിക്കാനും നല്ല രുചിയാണ്. ഒരുപാട് നല്ല സോഫ്റ്റ് നല്ലോണം വെന്തതാണ്. നല്ലോണം വെന്ത് നമ്മളെ പുട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പണ്ട് അംഗൻവാടിയിലൊക്കെ ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതേപോലെ പണ്ട് നമ്മുടെ അംഗൻവാടിയിലൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ചോളപ്പുട്ടിൻ്റെ പൊടി കൊണ്ടല്ലായിരുന്നോ ഉപ്പുമാവായ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. അല്ല, കൊളസ്ട്രോളുകാർക്കും എല്ലാവർക്കും നല്ലതാണ് ഈ ചോളപ്പുട്ട്. പുട്ടല്ല, ചോളം കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ തയ്യാറാക്കുന്നത് പുട്ടും ഉണ്ടാക്കി, പിന്നെ ഞാൻ ഉപ്പുമാവും ഉണ്ടാക്കിയതേ ഉള്ളൂ. ചോളപ്പൊടി കൊണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. എല്ലാ വീടുകളിലും എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല രുചിയും നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും
അതിൻ്റെ കൂടെ പപ്പടവും, എൻ്റെ കയ്യിൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് പപ്പടം ഇല്ല, അതുകൊണ്ട് പഴം കൂട്ടി നമുക്കിത് കഴിക്കാം. ഇതിൻ്റെ കൂടെ പപ്പടവും പിന്നെ വേണമെങ്കിൽ കടലക്കറിയോ എന്തെങ്കിലും കറി, വെജിറ്റബിൾ കറി ഇട്ട് കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നല്ല ഇത് തയ്യാറാക്കാൻ പാടൊന്നുമില്ല, എളുപ്പം നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. എന്നുവെച്ചാൽ മാവ് ചൂട് വെള്ളത്തിൽ നിറച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും കുറച്ച് ലേശം ഉപ്പും കൂടെ ഇട്ടാൽ അത് ആവിയിൽ വേവിച്ചെടുക്കാം. വലിയ പാടില്ല ഇത്. പെട്ടെന്ന് നമുക്ക് വലിയ ചേരുവകളൊന്നും ഈ പുട്ടിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ തേങ്ങ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ. ഇന്നത്തെ നമ്മുടെ പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.